അങ്ങനെ ബീഫ് മാത്രമായിട്ട് കൊടുത്തോണ്ട് എന്റെ കുഞ്ഞിന് 2 പൊറോട്ടയെ കൂടി ഇട്ട് കൊടുത്തേ, അവള് കഴിക്കും. അടങ്ങിയിരുന്ന അവള് കഴിക്കും. അവള് കേരളത്തിൽ നിന്നുള്ള ആണെങ്കിൽ അവള് കഴിക്കും. ഈ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഒക്കെ കൂടി തമ്മിൽ തല്ലിക്കാനായി ഓരോ തമ്മിലാത്തന്മാർ ഓരോ സിനിമ ഇറക്കി വിടും, 1, 2 എന്നൊക്കെ പറഞ്ഞ്. എല്ലാരും പോയി കാണണം ഈ ഒരു സിനിമ. നമുക്ക് ഒരു ബീഫ് കറിയും മേടിച്ചുകൊണ്ട് പോയിട്ട് വേണം ഈ സിനിമ. ഒരു ബീഫ് ഫെസ്റ്റ് തന്നെ നടത്തണം ഈ സിനിമ ഇറങ്ങുന്ന ദിവസം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കാണുമ്പം പൊട്ടുന്നവരൊക്കെ ഉണ്ടായിരിക്കാം, അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഓരോ പടത്തിൽ തമ്മിൽ തല്ലിക്കുക. പത്തിരി എടുത്ത് അവള് ചുമ്മാ ഇരുന്ന് തിന്നും. ശരിക്കും ഈ ബീഫ് വാഴ പെണ്ണില്ലേ, ഇവക്കടക്ക് ഈ ഏജന്റ് ഉണ്ടാവില്ലേ, ഇവളിതിൽ അഭിനയിക്കണമെങ്കിൽ ഇവക്കടക്ക് ഈ ചിന്ത ഉണ്ടാവില്ല, ഈ വിഷം കുത്താനുള്ള അല്ല. നല്ല പൈസ ഇവലും ഈ കുത്തി വായിൽ ഇട്ട് കൊടുക്കുന്ന നോക്കും ഈ ഏജന്റ് ഉണ്ടാവും, ആ വായിൽ വാങ്ങുന്ന നോക്കും ഏജന്റ് ഉണ്ടാവും. ഉറപ്പാ ഇവരെല്ലാം ഇതിന് ഈ വിഷത്തിന് വേണ്ടി കൂട്ടുകൂടിയത് ഇവര്, മനസ്സിലായി, വിഷം തുപ്പാൻ വേണ്ടി കൂട്ടുകൂടിയത്. കാര്യം പറയാ, അല്ലാണ്ട് എനക്ക് വന്നില്ല ആ സിനിമയിൽ എന്താ കഥയെല്ലാം. പിന്നെ